മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും കുട്ടിച്ചോപ്പറയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണാവോ, ഞാൻ രാവിലെ തന്നെ എവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും മഴ പെയ്യും. ഇത്ര നേരം ഒരു മഴ ഉണ്ടായിരുന്നില്ല, ഞാൻ ഇറങ്ങി മഴ പെയ്തു. എന്തായാലും സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും തീരുമാനമായി. പിന്നെ എന്താ, ഞാൻ ബസ് സ്റ്റാൻഡിൽ പോവുകയാണ്. അപ്പോൾ സത്താറിന് ഞാൻ ഇറങ്ങി, സത്താറിന് ഞാൻ വിട പറയുകയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഏതെങ്കിലും സ്പോട്ട് നോക്കിയിട്ട് തപ്പട്ടെ പോട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ ആദ്യം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നോക്കാം. മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണം. മഴ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചെയ്യണം. അപ്പോൾ അതാണ് പ്ലാന്. അപ്പോൾ സത്താറയിൽ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് അടിക്കാൻ പോവുകയാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യണേ. തൈരുണ്ട്, അതേപോലെ തന്നെ ഇതാ ഇതൊരു പൊറോട്ടയാണ്, പിന്നെ അച്ചാറുണ്ട്. എന്തായാലും ഇത് കഴിച്ചിട്ട് തന്നെ ആവാൻ ബാക്കി. നല്ല ചൂടുണ്ട്. കൊള്ളാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കൊള്ളാം. എന്തായാലും ആദ്യമായിട്ട് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കണേ. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഒന്നാമത് ജലദോഷം ഉണ്ട് രാവിലെ, കാരണം അത് ഡെയിലിയുള്ള കാര്യമാണ്. അപ്പോൾ രാവിലെ തന്നെ ജലദോഷം പിടിച്ച് അതിൻ്റെ ഇടയിൽ കൂടി എരിവും കൂടി ആകുമ്പോൾ അതിൻ്റെ വഴിയുണ്ട്, കണ്ണിലൊക്കെ വെള്ളം വരുന്നുണ്ട്. അതുപോലെ മുളകച്ചാറത്. അപ്പോൾ രാവിലെ തന്നെ ഒത്തിരി ദൂരം നടന്നു ഗായ്സ് ഒത്തിരി ദൂരം നടന്നു ഞാൻ. അപ്പോൾ ഒത്തിരി ദൂരം നടന്നു, ലിഫ്റ്റൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടുന്ന് 77 കിലോമീറ്റർ ഉണ്ട് ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്, ജയ്ജൂരി. അപ്പോൾ അവിടേക്ക് 77 കിലോമീറ്റർ ഉണ്ട്. 77 കിലോമീറ്റർ അറിയില്ലൊക്കെ ലിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരം. വേണ്ട, കുറച്ച് ലിഫ്റ്റ് ആയാലും മതി. അപ്പോൾ എന്തായാലും മിക്ക വണ്ടികൾക്ക് കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി ദൂരമായി. അപ്പോൾ എന്തായാലും ഇനി ലിഫ്റ്റ് പിടിക്കാം, കൈ കാണിക്കാം. കിട്ടുന്ന വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നോക്കി കയറാം. ഇപ്പോൾ ലിഫ്റ്റ് തപ്പട്ടെ. പോകുന്ന വഴിയിലൊക്കെ നല്ല നല്ല അടിപൊളി, എന്താ പറയുക, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ. പേടിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥ കണ്ടിട്ട് പേടിക്കാനും തോന്നുന്നില്ല. ഇതാ നല്ല അടിപൊളി ഫ്രൂട്ട്സുകളാണ്. എന്താ പറയുക, നല്ല നീറ്റ് ആൻഡ് ക്ലീന്. എന്തായാലും ഇപ്പോൾ അവിടെ ഇരിക്കട്ടെ, ഇത് സമയം പോലെ മേടിക്കാം. എന്തായാലും കിട്ടുന്നില്ല, അങ്ങനെ നടക്കാമെന്ന് വെച്ചു. അതല്ല നല്ലത്. ഇതൊന്നും ഒറിജിനൽ പൂക്കളല്ല കേട്ടോ. റോഡ് സൈഡിൽ മറ്റേ വീട്ടിലൊക്കെ ഭംഗിക്ക് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് പൂക്കളാണ്. പക്ഷെ ഈ കാണുന്നൊക്കെ ഒറിജിനൽ പൂക്കളാട്ടോ. നേരത്തെ കണ്ടത് പ്ലാസ്റ്റിക് ആയിരുന്നേ. ഇത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഒറിജിനൽ പൂക്കൾ കേട്ടോ. എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാ അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങളാണ്, നല്ല ഫ്രഷ് ഫ്രൂട്ട്സ്. ഇവിടെ ആൾക്കാർക്ക് റെസ്റ്റൊക്കെ എടുക്കാം കേട്ടോ. പുല്ലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പുല്ലാണ്. പ്ലാസ്റ്റിക് പുല്ലൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നേരത്തേക്ക് സ്റ്റേ അടിക്കാം. അപ്പോൾ രാവിലെ നമുക്ക് നടക്കണം, ഒക്കെ സ്ഥലം പിടിക്കണം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഒഴിവാക്കി. ഇനിയിപ്പോൾ അടുത്തതെന്താ, നടക്കണം. ഞാൻ നടക്കണ വഴിക്കൂടെ ഒരു ചെറിയൊരു പുഴ ഉണ്ട്. അപ്പോൾ ആള് അവിടെ നിന്നിട്ട് വലട്ട് മീൻ പിടിക്കുക. അപ്പോൾ അത് വലട്ട് വെച്ചാട്ടോ, ഓൾറെഡി വലട്ട് വെച്ചാണ്. അപ്പോൾ മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ കണ്ടു ഒരു മീൻ കിട്ടിയിരുന്നു. നോക്കി നോക്കാം, ഇനിയിപ്പോൾ അടുത്തത് മീൻ കിട്ടുമോ നോക്കാം.
അയ്യടാ സോറി. കാരണം ഞാൻ നടന്നു വരുമ്പോൾ ആൾക്കൊരു മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഈശ്വര ഇനി മലയിൽ കുടുങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും നോക്കി. അവർ എത്ര നേരം വീഡിയോ എടുത്തോണ്ടിട്ട്. അപ്പോൾ പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ട് പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ആൾക്ക് മീനും കിട്ടുന്നില്ല, ഒരു കാര്യം കിട്ടില്ല. എനിക്ക് തോന്നുന്നു ആളെ എന്നെ പ്രാഗിയിട്ടുണ്ടാവുന്നത്. കാരണം എന്നെ കണ്ടതിന് ശേഷം എൻ്റെ മീൻ കിട്ടാത്തത് എന്തോ. ഹലോ ഗായ്സ്, ഒരു KSRTC ബസ് എൻ്റെ നേരത്തെ മൊത്തം ചളി തെറിപ്പിച്ച്. ഇന്ന് ഞാൻ ഇട്ട പാൻറ്റാ, ഇന്നലെ അലക്കിയിട്ട് ഇന്നിട്ട പാൻറ്റ് അത് മൊത്തം ചളി തെറിച്ച്. അല്ല എനിക്ക് അവിടെ നിന്നാൽ മതിയായിരുന്നു തേങ്ങ. क्या मंदिर है? इसका है कालूबाई का मंदिर है. कालूबाई. ओके मैं नहीं जाएगा. इधर से बस मिलेगा? हाँ बस भी मिलता है. ओके ओके. यहाँ हमारा मंडल है श्री दत्त परिवार वाली. ये मेरा गाँव. तुम्हारा गाँव है? ओके. आपका नाम क्या है? आदर्श पुजारी. आदर्श पुजारी. ब्लॉग है, छोटा ब्लॉग है. ओके. इधर बस मिलेगा? इधर कोई सा भी गाड़ी रुकोगे ना आप उनको बस बोलने का लोनन जाना है, वो छोड़ देंगे. ओके ओके. पूरे गाड़ी नहीं लोनन? हाँ पूरे गाड़ी नहीं लोनन जाएगा. मतलब इधर से पूरे गाड़ी जाएगा तो लोनन? ऐसा नहीं रहेगा. कोई भी ऐसा ट्रक नहीं तो ऐसा गाड़ी रहेगा ना उसको विलिप मांगने का. ओके. बोलने का लोनन जाना है. ലോണൻ ചായ. ഓക്കെ താങ്ക് യു. പിന്നെന്തോ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ വ്ളോഗറാണെന്നൊക്കെ ചോദിച്ചു. അവൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്ന എവിടേക്ക് സത്താരയ്ക്ക് പോയിട്ടുണ്ടായിരുന്ന. അപ്പോൾ സത്താരയ്ക്ക് പോയിട്ടുണ്ടായിരുന്ന തിരിച്ചിങ്ങോട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു വ്ളോഗറാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ ആ വ്ളോഗറാണ് പറഞ്ഞു. എൻ്റെ പാൻറ്റിൽ മൊത്തം ചളിയിട്ടോ. ഞാൻ ഇങ്ങനെ ഇട്ടതാ. ഇനി 2 ദിവസം തിരുമ്പണം. 2 ദിവസം കഴിഞ്ഞിട്ട് തിരുമ്പുള്ളൂ. അപ്പോൾ ക്ഷമിക്കണം. അപ്പോൾ എന്നാൽ ബസ് സ്റ്റോപ്പിലുണ്ടെങ്കിൽ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് മൊത്തം ചിലപ്പോൾ ലിസ്റ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കി. പക്ഷെ എന്താ പറയുക, എനിക്ക് ലിഫ്റ്റ് പോയി മേടിച്ചിട്ട് പോകണം എനിക്ക് ആഗ്രഹം. ബസ്സിൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിഫ്റ്റ് പരമാവധി ലിഫ്റ്റ് കിട്ടുമില്ലെന്ന് പറഞ്ഞിട്ട് വേണം എന്ന് വെച്ചാൽ ഒരു പരിധി വരെയൊക്കെ നോക്കുക. എന്നിട്ട് തീരെ കിട്ടണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ബസ് പിടിക്കാനുള്ള പരിപാടി അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ ലിഫ്റ്റ് പിടിക്കുക. അതെന്നെ അവിടെ കൊണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വീണ്ടും നടക്കുകയാണ്. ഓക്കെ. प्रताप. ओके अच्छा नाम है. इधर क्या स्टडी है? मैं स्टडी नहीं है, मैं मैकेनिकल हूँ. मैकेनिक है? मैं ऑटो में है. हाँ. मैं आगे ट्रैवलिंग पूरे पे. कहाँ से कहाँ तक जाते हो? कहाँ से कहाँ तक जाते हो? मैं केरला से जाएगा. केरला. हाँ. लद्दाख. अभी लद्दाख पूरा लद्दाख है. लद्दाख जाएगा. हाँ सही है. नहीं सही है. लद्दाख जा रहे हो? പോകുന്നില്ല. അതെന്തായാലും പോകുന്ന അറിയാൻ പോട്ടെ. അപ്പോൾ വലിയ വണ്ടികൾക്ക് കൈ കാണിച്ചു. വലിയ വണ്ടി ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ നല്ലൊരു ചെറിയ വണ്ടികൾക്ക് കൈ കാണിച്ചിട്ടുണ്ട്. ചെറിയ വണ്ടികൾ ചിലരൊക്കെ നിൽക്കുന്നുണ്ട്, ചിലരൊക്കെ പിന്നീട് വന്ന് ചോദിക്കുന്നുണ്ട് എവിടേക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് ലോണൻ പോകണം. ലോണൻ പോയിട്ട് വേണം അവിടുന്ന് സ്ഥലം ഞാൻ മറന്നേ എടുത്തിട്ട് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല ഇവിടെ കൃഷിയൊക്കെ ഉണ്ട്. കൂടുതൽ കരിമ്പ്, അതേപോലെ തന്നെ എന്താ പറയുക അതാ കരിമ്പ്. അപ്പോൾ ഞാൻ കടുക് എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നത് കടുകല്ല, ചെറുപയർ പച്ചപ്പയറില്ലേ. അപ്പോൾ നമ്മുടെ പയർ കൃഷിയാണ് തോന്നുന്നു. കണ്ടിട്ട് എന്താ ഇലകൾ കടുകാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ആയിക്കോട്ടെ. അപ്പോൾ നല്ലപോലെ മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല മഴ കാണുന്നുണ്ട്. ഇപ്പോൾ പനി വരണോ? പനി വന്നാൽ ഒന്നാവും. പനി വന്നാൽ ഗുഡ് ബോയ് ആവും. ഗുഡ് ബോയ്. പിന്നെ അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്യാം. എന്തായാലും മഴ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടി. സന്തോഷം. ഇപ്പോൾ നോക്കട്ടെ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെതായ രീതിക്ക് പോവാം. ഞാൻ ഈ ഒരു വഴി വന്നു കഴിഞ്ഞപ്പോഴേ ഹിച്ചൈക്ക് ചെയ്യാലോന്നൊക്കെ പറഞ്ഞ് വന്നതാ. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായി ഇവിടുത്തെ ഒട്ടുമിക്ക ആൾക്കാരും ഹിച്ചൈക്കിങ് ആണത്. ഇതാ ഈ ചേട്ടൻ എന്നെപ്പോലെ വണ്ടി കാത്തിരിക്കുകയാണ്. ഇതാ അവിടെ നിൽക്കുന്ന ചേട്ടന്മാർ ഇത് എന്നെപ്പോലെ വണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ഉഷാറായിട്ടുണ്ട്. ഇതിൽ ആർക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കിട്ടുന്നവർ ആദ്യം കയറി പോട്ടെ, അതല്ല നല്ലത്. ഈ നാട്ടിലെ ചെറിയൊരു ബാർബർ ഷോപ്പാണ്.
നാടത്തെ പോലെ തന്നെ ബാർബർ ഷോപ്പ്. ഒരു ചെറിയതിന് മാത്രമേ ഉള്ളൂ, ഒരു കുഗ്രാമത്തിൽ ഒരു ചെറിയൊരു ബാർബർ ഷോപ്പ്. ഷെയർ ഓട്ടോ പോലത്തെ ഒരു വണ്ടി, നമ്മുടെ നാട്ടല്ല, ഷെയർ വണ്ടിയാണ്, പ്രൈവറ്റ് വണ്ടിയാണ് ഈക്കോ. അപ്പോൾ അതിലിങ്ങനെ ഷെയർ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ കുത്തി നിറച്ചിട്ടാണ് പോകുന്നത്. എന്താ പറയുക, അവരുടെ സാധനങ്ങളും നമ്മുടെ സാധനങ്ങളും. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അടിപൊളിയാണ്. ഇവിടുന്ന് ഒരു 10-28 കിലോമീറ്റർ ഉണ്ട്. കാരണം ഈ നേരത്ത് ഇവിടുന്ന് ലിഫ്റ്റും കിട്ടൂല, ബസ്സും കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഷെയർ വണ്ടി പിടിക്കാമെന്ന് വെച്ചു. എന്തായാലും ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതൊരു ഷെയർ ഓട്ടോ ആണ്. അപ്പോൾ ആൾ പൈസയൊക്കെ മേടിച്ചു. 28 കിലോമീറ്ററിന് ആളെ 30 രൂപ മേടിച്ചു. അടുത്ത ഉച്ചയ്ക്ക് നോക്കണം. ഇപ്പം എന്തായാലും ഞാൻ പറഞ്ഞ മാറാണ്. ഓക്കെ, ലോൺ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഇവിടുന്ന് അടുത്ത ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത പരിപാടി നോക്കണം. ഇതാ അതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു ടൗണ്. പിന്നെ ഇവിടെ ഞാൻ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഫേമസ് ആയ ഒരാളുണ്ട് കേട്ടോ, ഒരു പയ്യനാണ് ചുരുക്കുക. അപ്പോൾ അവൻ്റെ ഫോട്ടോ ഒക്കെ ഫ്ലക്സ് വെച്ചിങ്ങനെ കണ്ടു. ഇതാ പൂക്കച്ചവടക്കാർ, അതുപോലെ തന്നെ അതാ നല്ല നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളും അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ എനിക്ക് മേടിക്കണമെന്നുണ്ട്. അപ്പോൾ സീനാണ് ഇവിടെ ആൾക്കാർ. ഞാൻ ലോണിന് പുജേരി ബസ്സിലേക്ക് പുജേരി പോകാൻ വേണ്ടിയിട്ട് ബസ് കയറിയതാണ്. പക്ഷേ ബസ് ടിക്കറ്റ് എടുത്തത് എനിക്ക് പൂനെ കണ്ടപ്പോൾ എനിക്കിവിടെ അങ്ങനെ നിൽക്കാൻ തോന്നുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വന്നിറങ്ങിയത് ഒരു സിറ്റിയിലാണ്. അപ്പോൾ ഭയങ്കര തിരക്കും എല്ലാ പരിപാടികളും. അപ്പോൾ ഇവിടേക്കൊക്കെ പിന്നെ പതുക്കെ വരാം. ഇപ്പം എന്തായാലും ഇവിടെ ഇല്ല, ഇവിടെ ഞാൻ പതുക്കെ വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.